പാളയം മാർക്കറ്റിൽ ഇനി ഗുണ്ടാരാജില്ല. നെഞ്ചും വിരിച്ച ഒരാൾ ഇറങ്ങിയപ്പോൾ തന്നെ കളി മാറി. ഒരു ലൈറ്റ് കച്ചവടക്കാരിക്ക് പോലും 500 രൂപ, അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാൻ വേറെ 500 രൂപ. ഇതൊക്കെ വാങ്ങി വർഷങ്ങളായി ചില പരമ്പരാഗത ഗുണ്ടകൾ നടത്തിയിരുന്ന പിരിവ് സാമ്രാജ്യത്തിന് ഇപ്പോൾ കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. പരാതികൾ മുൻപും ഉണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പും അതിനു പിന്നാലെയുള്ള നിയന്ത്രണങ്ങളും കഴിഞ്ഞതോടെ തിരുവനന്തപുരം നഗരസഭ ശക്തമായി ഇറങ്ങി. ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരം മേയർ വി രാജേഷ് നേരിട്ടാണ്. ഒതുക്കേണ്ടവരെ ഒതുക്കിയും പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ വിശ്വാസത്തിലെടുത്തും മുന്നോട്ടു പോകുന്ന നടപടികൾ ഇതിനകം തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞു. പാളയം മാർക്കറ്റ് ഇന്ന് ക്ലീൻ എന്ന നിലയിലേക്ക് എത്തിയത് വെറുതെയല്ല. വർഷങ്ങളായ അനധികൃത കച്ചവടവും ഗുണ്ടാപിരിവും അടിച്ചു നിർത്തിയ ശേഷമാണ് ഈ മാറ്റം. ഇത് വെറുമൊരു റെയ്ഡല്ല, തീയിൽ മുളച്ചു വന്ന നടപടിയാണ്. തിരുവനന്തപുരം ഇനി പഴയ തിരുവനന്തപുരമല്ല. ഗുണ്ടാവിളയാട്ടത്തിന് അവസാനമിടാൻ ആരെങ്കിലും മുന്നോട്ടിറങ്ങുമ്പോൾ ജനങ്ങൾ ഒപ്പമുണ്ടാകും എന്നതിന് ഇതാണ് തെളിവ്. ഇനി കളികൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളം കേൾക്കാൻ പോകുന്നത് ഇനിയും വമ്പൻ വാർത്തകളായിരിക്കും. ചിലരുടെ അടിവേര് വരെ അറുക്കപ്പെടുമെന്ന് ഉറപ്പാണതിൽ.